നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാനത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ കനത്ത പ്രതിഷേധം. ഹോട്ടലുകളും ബേക്കറികളും ബുധനാഴ്ച അടച്ചിട്ടു. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിലച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ചരിത്രത്തിലില്ലാത്ത വർധനവാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. 19 കിലോയുടെ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കേരളത്തിൽ വാണിജ്യ സിലിണ്ടർ വില 3000 രൂപ കടന്നു. സാധാരണ 100-150 രൂപ കൂടുന്ന സ്ഥാനത്താണ് 1000-ഓളം രൂപയുടെ ഈ വർധന. വില വർധനയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ എന്നിവ ബുധനാഴ്ച പ്രവർത്തിക്കാത്തത്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ഭക്ഷണ വിതരണവും നിർത്തിവെച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, കാറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകളെല്ലാം സമരത്തിൽ അണിനിരന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം കരകയറി വരുന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഈ വില വർധനവ് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രവർത്തന ചെലവ് ക്രമാതീതമായി ഉയരുന്നതോടെ ചെറുകിട ഹോട്ടലുകളും തട്ടുകടകളും പോലും പൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. കടകൾ അടച്ചിടുന്നതിനു പുറമെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. ഹോട്ടൽ വ്യവസായത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പാചകവാതക വില ഉയർന്നതോടെ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് ഉടമകൾ വ്യക്തമാക്കുന്നു. ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ കുടുംബ ബജറ്റിനെയും താളം തെറ്റിക്കും. വിലവർധന പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് വ്യാപാരി സംഘടനകളുടെ തീരുമാനം. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് യാത്രക്കാരെയും ജോലിക്കായി പുറത്തിറങ്ങുന്നവരെയും വലച്ചിരിക്കുകയാണ്. പുതുതലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുഡ് ഹോപ്പ് ആർമിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ബോധവൽക്കരണ പരിപാടിയും നടന്നു. കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാം, വിവേകത്തിന്റെ കരുണ കണ്ണുകളോടെ എന്ന സന്ദേശമുയർത്തിയാണ് സേന കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ വിനീത് രവി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് അക്കാദമി ഡിവൈഎസ്പി PB പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ചിന്താശേഷിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനായി പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് സൗജന്യ ചെസ് ബോർഡുകൾ വിതരണം ചെയ്തു. ചാലക്കുടി ഡി അഡിക്ഷൻ സെന്റർ കോർഡിനേറ്റർ KK രാജു, ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി AN സന്തോഷ് അയനിക്കത്തറ, ട്രഷറർ സന്തോഷ് പുളിഞ്ചോട്, ജില്ലാ സെക്രട്ടറി സിന്ധു സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രമ സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഗുഡ് ഹോപ്പ് ആർമിയുടെ പ്രയാണം തുടങ്ങുന്നത്. ചെയർമാൻ ശ്രീ സുരേഷ് ചന്ദ്രനാണ്, അതുപോലെ തന്നെ ശ്രീ സന്തോഷ്. ഈ പരിപാടിയുടെ എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്യാനായിട്ട് മുൻകൈയെടുത്ത ശ്രീ സന്തോഷ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ തോമസ് ഏട്ടൻ. ഇവിടെ വന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള കുട്ടികളെയും മറ്റെല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ഭരണ തുടർച്ചയുടെ 10 വർഷങ്ങൾക്കും പിണറായി സർക്കാരിനും വിരാമമിട്ട UDF ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞതോടെ കേരളത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ ഡൽഹിയിലേക്കും ഇന്ദിരാഭവനിലേക്കുമാണ്. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? വിശദാംശങ്ങളിലേക്ക്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശമടങ്ങും മുൻപ് തന്നെ UDFൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള ചർച്ചകൾ സജീവമായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ളത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തിയെന്ന റെക്കോർഡുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഭരണരംഗത്തും പാർട്ടിയിലുമുള്ള സീനിയോറിറ്റിയാണ് പ്രധാന മുതൽക്കൂട്ട്. KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലുള്ള പ്രവർത്തന പരിചയം, ഘടകകക്ഷികളുമായും
സമുദായ സംഘടനകളുമായുമുള്ള അടുത്ത ബന്ധം എന്നിവയാണ് അനുകൂല ഘടകങ്ങൾ. മുന്നണി സംവിധാനത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ചെന്നിത്തലയുടെ അയവുള്ള രാഷ്ട്രീയ ശൈലിക്ക് കഴിയുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിനു പുറമെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി മാറിയ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി എന്നീ നിലകളിലെ മികവ് CPMലെ G. സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ സൂക്ഷ്മമായ കരുനീക്കങ്ങൾ എന്നിവയാണ് KCയുടെ അനുകൂല ഘടകങ്ങൾ. ദേശീയ തലത്തിലുള്ള ബന്ധങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അനുയായികൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 5 വർഷം സഭയ്ക്കകത്തും പുറത്തും പിണറായി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നയിച്ച VD സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറവല്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനം, ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച നേതൃപരമായ പങ്ക്. എന്നാൽ അദ്ദേഹത്തിന്റെ കർക്കശമായ പെരുമാറ്റ രീതിക്കെതിരെ ചില മുതിർന്ന നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. പിണറായിക്ക് പഠിക്കുന്ന ഒരാൾ എന്ന വിമർശകരുടെ പരിഹാസം അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടും AICC ഹൈക്കമാൻഡിന്റെ തീരുമാനവും ഈ മത്സരത്തിൽ നിർണായകമാകും. വരും ദിവസങ്ങളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് തിളക്കത്തിലേക്ക്. പവന് ഒറ്റയടിക്ക് 1560 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില 1,10,000 പരിധി പിന്നിട്ടു. ആഗോള വിപണിയിലെ മാറ്റങ്ങളും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. പവന് 1560 രൂപ ഉയർന്ന് 1,10,960 രൂപയായി. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,870 രൂപയിലെത്തി. ഡിസംബറിൽ ആദ്യമായി 1 ലക്ഷം കടന്ന സ്വർണ്ണവില മാസങ്ങൾക്കിപ്പുറം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവിലയിലുണ്ടായ കുറവ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാർ കൊണ്ടുവരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടാക്കി. ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $107 താഴ്ന്നു. എണ്ണവില കുറയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തുടരുന്നത് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നതാണ് സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. 2026 ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. കഴിഞ്ഞ വർഷം ഡിസംബർ 23 സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടത്. വിവാഹ സീസൺ അടുത്തുവരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഈ വർധനവ് സാധാരണക്കാരെയും സ്വർണ്ണ വ്യാപാരികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വരും ദിവസങ്ങളിലും വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,870 രൂപയും പവന് 1,10,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.